നട്ടലിന് താഴെയായിട്ട് ഒരു ചെറിയൊരു പീസ് ബിറ്റ് പൊട്ടിയിട്ടുണ്ട്. 2.5 മാസക്കാലം എന്തായാലും എഴുന്നേൽക്കാനോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ ഇതിലുണ്ട്. ആ സെക്രട്ടറി ദിവ്യ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അടിച്ച് തള്ളി താഴെ ഇട്ടതാണ് ചെയ്തത്. താഴെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരെയും ജലപീരങ്കി കൊണ്ട് അടിച്ച് മാറ്റിയ ശേഷമാണ് ദിവ്യ എന്ന പെൺകുട്ടിയെ മാർക്ക് ചെയ്ത് പോയിന്റ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ കാര്യം. ഇല്ല, പോലീസ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഒരു 4-3-7 പേർക്ക് എന്തിനാണ് ആംബുലൻസ് എന്നാണ് ചോദിച്ചത്. വാഹന ഗതാഗതം തടസ്സമാകുന്ന ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഒരു ആംബുലൻസ് തയ്യാറാക്കാൻ ശ്രമിച്ചത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിലേക്ക് പട്ടികജാതി മോർച്ചയുടെ ഒരു മാർച്ച് നടന്നത്. എന്നാൽ ഈ മാർച്ചിൽ പോലീസിൻ്റെ അതിക്രൂരമായ നടപടിയാണ് ഉണ്ടായത്. പോലീസ് ക്രൂരതയിൽ നട്ടലിന് ഗുരുതരമായി ഒരു യുവതിക്ക് പരിക്കേറ്റു. അതായത് പട്ടികജാതി മോർച്ചയുടെ നേതാവായ ദിവ്യയ്ക്കാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ നടപടിയിൽ ഗുരുതരമായി പരിക്കേറ്റത്. ദിവ്യയുടെ ഭർത്താവായ ശ്രീ നന്ദൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നട്ടലിന് താഴെയായിട്ട് ഒരു ചെറിയൊരു പീസ് ബിറ്റ് പൊട്ടിയിട്ടുണ്ട്. 2.5 മാസക്കാലം എന്തായാലും എഴുന്നേൽക്കാനോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ ഇതിലുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നട്ടല് പൊട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നേരിട്ടുള്ള സമയമാണ് ഇപ്പോൾ എന്തായാലും 2.5 മാസക്കാലം. എന്താണ് സംഭവം? അന്ന് തീർത്തും സമാധാനപരമായ സമരമാണ് അന്നുണ്ടായത്. അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ നിലയിൽ ആ സമരത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാനും. ഈ സമരം കൃത്യമായി ആരംഭിച്ച നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് സമരം നിൽക്കുമ്പോൾ തുടക്കം ബാരിക്കേഡിന് മുകളിലേക്ക് സാധാരണ സ്ത്രീകൾ കയറാറുണ്ട്. കൃത്യമായി അവർ കയറി. പക്ഷേ കൃത്യമായ രീതിയിൽ ആ സ്ത്രീകൾ കയറി അവരുടെ ഇരിപ്പിടം ഉറപ്പിക്കും മുമ്പാണ് ഇവർ ചെയ്തത്. ആദ്യമേ ആ സ്ത്രീയെ അടിച്ചിരുന്നുവെങ്കിൽ ആ സ്ത്രീ താഴെ വീഴും. താഴെ നിൽക്കുന്ന പ്രവർത്തകർക്ക് അവരെ പിടിക്കാനും അവർക്ക് ആരോഗ്യത്തിൽ ഒരു കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവർ ചെയ്തത് താഴെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരെയും ജലപീരങ്കി കൊണ്ട് അടിച്ച് മാറ്റിയ ശേഷമാണ് ദിവ്യ എന്ന പെൺകുട്ടിയെ മാർക്ക് ചെയ്ത് പോയിന്റ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ കാര്യം. അടിച്ച ശേഷം കൃത്യമായ കുട്ടി താഴെ വീഴുകയും നട്ടലിന് പരിക്കേൽക്കുകയും ചെയ്തു. ആ സമയം പോലീസ് ആംബുലൻസ് തയ്യാറാക്കിയില്ല. ആ സമയം നമ്മുടെ ബഹുമാന്യ നേതാക്കന്മാർ പോലീസോട് ചോദിച്ചപ്പോൾ നിങ്ങൾ 5, 3, 6 പേരിലേ ഉള്ളൂ, അല്ലെങ്കിൽ 10 പേരിലേ ഉള്ളൂ, ആംബുലൻസ് തരാൻ നൽകിയില്ല. ആ സമയത്താണ് നമ്മൾ ആ പ്രവർത്തകയും കൊണ്ട് നട റോഡിൽ കൊണ്ട് പ്രവർത്തകയെ കിടത്തി ആ റോഡ് മുഴുവൻ തടഞ്ഞ് പോലീസിനോട് എത്രയും പെട്ടെന്ന് ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷം റോഡ് ബ്ലോക്കാവും വാഹന ഗതാഗതം തടസ്സമാകുന്ന ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഒരു ആംബുലൻസ് തയ്യാറാക്കാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് ആ ഒരു സമരം അവിടെ അവസാനിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി പോവുകയും അതിൻ്റെ സ്കാനിങ്ങും എക്സ്റേ എടുക്കുകയും ചെയ്തതോടെയാണ് നട്ടലിന് ക്ഷതം സംഭവിച്ചതറിഞ്ഞത്. ഇപ്പോൾ ഇപ്പോൾ ഡിസ്ചാർജാണ്, വീട്ടിലാണ്, റെസ്റ്റാണ്. 2-3 മാസക്കാലം എന്തായാലും റെസ്റ്റാണ് ആൾ. പരാതികൾ പാർട്ടി വഴി അതിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനി തുറന്നായിരിക്കും വരുന്നത്. എന്തായാലും ദിവ്യ SC മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി മെൻ്റലിട്ട് കയറുമായിരുന്നു, ബാരിക്കോണിൻ്റെ മേലോട്ട് കയറുന്നത് കണ്ടിട്ട് മനഃപൂർവ്വം ആ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. കൊച്ചി ഇരിക്കുന്നതിന് മുന്നേ തന്നെ അവർ വെള്ളം അടിക്കുകയാണ് ചെയ്തത്. അതും താഴെ നിന്ന ആൾക്കാരെ മൊത്തം ആദ്യം വെള്ളം അടിച്ച് മാറ്റിയതിന് ശേഷം മാത്രമാണ് മേളിലടിച്ചത്. കൂടെ ഞാനും ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമുക്കെല്ലാം കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും. അതായത് അവർ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അടിച്ചത് കണക്കാണ് അടിച്ചത്. കൊച്ചി ഇരുന്നില്ല. ആ സെക്രട്ടറി ദിവ്യ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അടിച്ച് തള്ളി താഴെ ഇട്ടതാണ് ചെയ്തത്. പോലീസ് ഹോസ്പിറ്റലിലേക്ക് ഇല്ല, പോലീസ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഒരു 4-3-7 പേർക്ക് എന്തിനാണ് ആംബുലൻസ് എന്നാണ് ചോദിച്ചത്. അവസാനം നമ്മൾ കൊച്ചിനെ റോഡിൽ കൊണ്ട് കിടത്തിയതിന് ശേഷം മാത്രമാണ് അവർ ആംബുലൻസ് വിട്ടു തന്നത്. ദിവ്യയ്ക്ക് മാത്രമാണോ പരിക്കേറ്റത്? അല്ല, വേറൊരു കൊച്ചിനും കൂടെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചിൻ്റെ കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ദിവ്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞത് മുതുകത്തെ നല്ല പൊട്ടലുണ്ട്. 3 മാസത്തേക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരേ കിടപ്പാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന്. അതായത് ഇപ്പോൾ ഫുഡാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് ബാത്റൂമിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടക്കുന്ന സമയത്ത് പോലീസ് ആംബുലൻസ് സംവിധാനമെല്ലാം ഏർപ്പെടുത്തുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ ഒരു മാർച്ചിനെ നേരിട്ടത്. അതിക്രൂരമായ പോലീസിൻ്റെ ഒരു നടപടിയാണ് ഈ ഒരു യുവതിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. നട്ടലിനടക്കം ഗുരുതരമായ പരിക്കാണ് ഈ യുവതിക്ക് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.